ഗൈസ് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ പറയട്ടെ. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ സുധി 14 ലക്ഷം ചോദിക്കുമ്പോൾ ചന്ദ്രമതി അവനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇന്നലത്തെ എപ്പിസോഡിൽ. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുക, അമ്മയെ ഒരു 14 ലക്ഷം പറയുമ്പോൾ നീ മിണ്ടി പൊരുത്, 100 രൂപ പോലും ഞാൻ നിനക്ക് തരില്ല, എൻ്റെ തീരുമാനത്തിലൊരു മാറ്റമില്ല പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകുന്നു. ദേഷ്യപ്പെട്ട അകത്തേക്ക് പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം വർഷ ഡബ്ബിങ്ങിന് വേണ്ടി പോവാണ്. സ്റ്റുഡിയോയിലേക്ക് പോകുന്ന സമയത്ത് വർഷേനെ ആദ്യം കല്യാണം ആലോചിച്ചിട്ടുണ്ടല്ലോ, റോഷൻ സൈക്കോ. അവൻ കാറും കൊണ്ട് പെട്ടെന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് വർഷ അമ്മ ഉണ്ണി എവിടെ കാറും കൊണ്ട് നിൽക്കുന്ന സമയത്ത് വർഷ അതേ സ്കൂട്ടി കൊണ്ട് പാസ് ചെയ്ത് പോണത് കാണുകയാണ്. അപ്പോൾ അവൻ പിന്നാലെ ചെന്നിട്ട് വർഷയുടെ വണ്ടിയുടെ മുമ്പിൽ പോയിട്ട് കാറ് ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു. അപ്പോൾ വർഷ താൻ എന്ത് പണിയാണ് കാണിച്ചു വെച്ചാൽ ആളറിയാതെ വർഷ താൻ എന്ത് പണിയാണ് കാണിച്ചു വെച്ചിട്ട് വേഗം സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി കാറിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇവനെയാണ് കാണുന്നത്. ഇവനെ കാണുമ്പോൾ ഞെട്ടുന്നു. അപ്പോൾ റോഷൻ പറയും, നീ എന്നെ അണം കെടുത്തിയിട്ട് നീ മറ്റവൻ്റെ കൂടെ പോയോളല്ലേ, നിനക്കിപ്പോൾ സുഖമാണ്, നീ ഇപ്പോൾ വേറെ അല്ലേ താമസം, നീ ഇപ്പോൾ അവനായിട്ട് പിണങ്ങിയിട്ടല്ലേ ഇരിക്കണം, നീ ഇപ്പോഴും ഒരു വാക്ക് പറയണം, എനിക്ക് സമ്മതമാണ് നിന്നെ കൊണ്ടുപോകാൻ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറയണം. അപ്പോൾ വർഷ പറയും, നാണില്ലേ നിനക്ക് മാറിക്കടാന്നൊക്കെ പറയണം. അപ്പോൾ ഇങ്ങോട്ട് വാടി, ഞാൻ പോവാം, വഴി മാറി പോവാം, പക്ഷെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നീയും ഉണ്ടാവും പറഞ്ഞിട്ട് റോഷൻ വർഷയുടെ കൈ പിടിച്ച് വലിക്കണം. റോട്ടിൽ വെച്ചിട്ട് കൈ പിടിച്ച് വലിക്കണ സമയത്ത് വർഷ അവളുടെ ചെവിടത്തടിക്കുമ്പോൾ അവൻ പറയണം, ആഹാ നിനക്ക് അത്ര ധൈര്യമായോ, എന്നാൽ അത് കണ്ടിട്ട് തന്നെ കാര്യം പറഞ്ഞിട്ട് അവൻ അവളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സച്ചി കാറും കൊണ്ട് അതിലെ വരുന്നത് കാണുമ്പോൾ വർഷേനെ റോഷൻ അറ്റാക്ക് കാണുമ്പോൾ സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങി റോഷനെ തല്ലി തവിടുപൊടിയാക്കണം. അപ്പോൾ തവിടുപൊടിയാക്കുന്ന സമയത്ത് റോഷൻ പറയണം, നിനക്ക് ഞാൻ തരാടാ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, നിന്നെ പോലുള്ളൊരു ഞാനോടെ കൂടെ കളിക്കാൻ ഞാനില്ല, എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞിട്ട് റോഷനെ തല്ലി തവിടുപൊടിയാക്കി വണ്ടിയിൽ കയറ്റി വിടുകയാണ് സച്ചി. ഇനി മേലെ നീ ഒരു പെണ്ണുങ്ങളെ ഉപദ്രവിക്കരുത്, പ്രത്യേകിച്ച് ഇവളെ ഉപദ്രവിക്കരുത് പറയാണ്. എന്നിട്ട് റോഷനെ കയറ്റി വിടുന്നു. അത് കഴിഞ്ഞിട്ട് സച്ചി വർഷ പോകാൻ നിൽക്കുമ്പോൾ വർഷയോട് പിന്നെ പറയണു, വർഷ എനിക്കൊരു കാര്യം പറയാണ്ട്, കുറച്ച് സംസാരിക്കാണ്ട് പറഞ്ഞിട്ട് വർഷയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാണ്ട്. സച്ചി നടന്നതും എൻ്റെ ഭാഗത്തുനിന്ന് ശരിയാണ്, ഞാൻ എടുത്തു ചാടി ഞാൻ അടിച്ചു, പക്ഷേ നിങ്ങൾ ജീവിതം പ്രേമിച്ച് കഴിഞ്ഞാലേ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരിക്കാനാണ് നിങ്ങളുടെ ജീവിതം. ശ്രീകാന്ത് എവിടെ കഷ്ടപ്പെട്ട് ജീവിക്കണമെന്ന് നിനക്കറിയോ, ശ്രീകാന്ത് ഒരു കുടിസ് റൂമിലാണ് കഴിയണത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പറയാണ്, നിങ്ങളില്ലാണ്ട് ഞങ്ങൾക്ക് ആ വീട്ടിലൊരു സന്തോഷമില്ലെങ്കിൽ നീ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പോവാണ്. സച്ചി വർഷം പിരിയണു. അങ്ങനെയാണ് നല്ലൊരു എന്ന് വെച്ചാൽ സച്ചിയുടെ ഒരു ഏട്ടൻ്റെ ഒരു സ്ഥാനമാണ് കേട്ടോ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ സുധി പാർക്കിൽ വന്നിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സുധിയുടെ കൂടെ ഒരു പാർക്ക് മേറ്റ് ഉണ്ടായിരുന്നല്ലോ, പാർക്ക് മേറ്റ് ആനന്ദ്. അപ്പോൾ അയാൾ വരുന്നു, നീ എന്തിനാ എന്നെ കാരണം പറഞ്ഞു ചോദിക്കുമ്പോൾ എനിക്കൊരു 14 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. അപ്പോൾ സുധിയോട് പറയണു, 14 ലക്ഷം രൂപ വേണോ, എൻ്റെ കയ്യിൽ 14 ലക്ഷം ഒന്നും എടുക്കാല്ലേ, ഒരു കാര്യം ഒരു സ്വാമിജി ഉണ്ട്, അദ്ദേഹത്തിന് നിന്നെ സഹായിക്കാൻ പറ്റുമായിരിക്കും, നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ കൊണ്ട് സ്വാമിജിയുടെ അടുത്തേക്ക് സുധീനെയും കൂട്ടിയിട്ട് പോവാണ്. സുധീനെയും കൂട്ടി പോകുന്ന സമയത്ത് സ്വാമിജിയുടെ അടുത്തെത്തുമ്പോൾ സുധി ചോദിക്കണം സ്വാമിജിയോട്, അങ്ങക്ക് എത്ര ഡിഗ്രി ഉണ്ട്, അങ്ങയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങ് ഇത് കൊടുത്തിട്ടുള്ള എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു 100 കൂട്ടം സംശയങ്ങളാണ് സ്വാമിജിയോട് സുധി ചോദിക്കുന്നത്. അങ്ങനെ നല്ല രസകരമായ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പനീർ പൂ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന്, എൻ്റെ കഥ കേട്ടിട്ട് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫ്രണ്ട്സ്.